ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്നു. ഇനി ചരിത്രത്തിന്റെ താളുകളിൽ രോഹിത് ശർമ്മയും ഉണ്ടായിരിക്കും. ഇന്ന് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കി. ഇന്ന് രോഹിത് ശർമ്മ ട്രോഫി ലഭിച്ചുടൻ അത് കൊണ്ടുപോയി കൊടുത്തത് രണ്ട് താരങ്ങൾക്കായിരുന്നു. രോഹിത് ചെയ്ത ഈ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക ശരിക്കും നാണം കെട്ടു. ജയിക്കേണ്ട മത്സരം അവസാനം കൊണ്ടുപോയി കളഞ്ഞു. 30 ബോളിൽ 30 റൺസ് മാത്രമേ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കളി ഇന്ത്യ പൊട്ടിയെന്ന് 100% ഉറപ്പിച്ചു. അവിടെ നിന്നാണ് ഇന്ത്യ കളി തിരിച്ചു പിടിച്ചത്. ജയിച്ചതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പാണ്ഡ്യയ്ക്കും ബുംറയ്ക്കുമാണ്. ക്ലാസന്റെ വിക്കറ്റ് നേടിയതാണ് കളി തിരിച്ചത്. അതുപോലെ ലാസ്റ്റ് ഓവറിൽ പാണ്ഡ്യ മില്ലറെ പുറത്താക്കി. സൂര്യയുടെ ആ ക്യാച്ച് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇതോടുകൂടി ഇന്ത്യ വിജയം ഉറപ്പിച്ചു. ഇന്ന് കളി ജയിച്ച് രോഹിത് ശർമ്മ ട്രോഫി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ശേഷം രോഹിത് അത് കൊണ്ടുപോയി കൊടുത്തത് സഞ്ജു ജയ്സ്വാളിനാണ്. ഈ രണ്ട് താരങ്ങൾക്കും ഈ വേൾഡ് കപ്പിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവസരം കിട്ടാത്ത രണ്ട് താരങ്ങൾക്ക് രോഹിത് ശർമ്മ ട്രോഫി കൊടുത്തു. പണ്ട് ധോണിയാണ് ഇങ്ങനെ ചെയ്യാറ്. ട്രോഫി കിട്ടിയാൽ ഉടനെ തന്നെ അത് യുവതാരങ്ങൾക്ക് കൊടുക്കും. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അധികം യുവതാരങ്ങളില്ല. സ്ക്വാഡിലുള്ളത് സഞ്ജു, ജയ്സ്വാൾ, ചഹലടങ്ങുന്ന താരങ്ങളാണ്. അതുപോലെ സ്ക്വാഡിന് പുറത്ത് റിങ്കു സിംഗും ഉണ്ടായിരുന്നു. അവസരം കിട്ടാത്ത യുവതാരങ്ങൾക്ക് രോഹിത് ശർമ്മ ട്രോഫി കൊടുത്തു. അവരാ ട്രോഫി ഏറ്റുവാങ്ങി വലിയ സെലിബ്രേഷൻ നടത്തുകയാണ് ചെയ്തത്. മലയാളിയായ സഞ്ജുവും ട്രോഫി പൊക്കിയിരുന്നു. ഒരു മാച്ചിൽ പോലും കളിച്ചില്ലെങ്കിലും സഞ്ജുവിന്റെ മുഖത്ത് ആ ട്രോഫിയിലെ സന്തോഷം കാണാമായിരുന്നു. കാരണം വേൾഡ് കപ്പിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ ഇന്ത്യ കപ്പ് നേടുമെന്ന വിശ്വാസം ആരാധകർക്കുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. മലയാളി ഇല്ലാതെ ഇന്ത്യ ഇതുവരെ വേൾഡ് കപ്പ് നേടിയിട്ടില്ല. സഞ്ജുവിനെ വേൾഡ് കപ്പിന്റെ ഭാഗമാകാൻ സാധിച്ചു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.